ബറോസ് അജയന്റെ രണ്ടാം മോഷണം കത്തനാർ മലയാളത്തിൽ ദൃശ്യങ്ങൾ കൊണ്ട് വിസ്മയിപ്പിക്കാൻ പോകുന്ന 3 ചിത്രങ്ങൾ. ഇതിൽ ആദ്യം തിയേറ്ററുകളിൽ എത്തുക മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്ത് നായകനായി എത്തുന്ന ബറോസ് ആണ്. 3Dയിൽ അതിനൂതനമായ ടെക്നോളജികൾ ഉപയോഗിച്ചാണ് ഈ സിനിമ ഒരുങ്ങുന്നത്. മൈ ഡിയർ കുട്ടിച്ചാത്തൻ സിനിമയുടെ സംവിധായകൻ ജിജോ പുന്നൂസാണ് ബറോസിനും തിരക്കഥയും ഒരുക്കുന്നത്. 45 വർഷത്തെ സിനിമാ ജീവിതത്തിൽ ആദ്യമായി മോഹൻലാൽ സംവിധായകന്റെ കുപ്പായമണിയുന്ന ചിത്രം. അതിനാൽ തന്നെ വൻ പ്രതീക്ഷയിലാണ് സിനിമാ ലോകം. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് സിനിമ നിർമ്മിക്കുന്നത്. സിനിമയിൽ മോഹൻലാലിന് 2 ഗെറ്റപ്പുകളുണ്ട്. പോർച്ചുഗീസ് പശ്ചാത്തലമുള്ള പീരിയഡ് സിനിമയാണ് ബറോസ്. വാസ്കോഡിഗാമയുടെ നിധി സൂക്ഷിപ്പുകാരനായ ഒരു ഭൂതമാണ് ബറോസ്. വാസ്കോഡിഗാമയുടെ അമൂല്യ സ്വത്തിന്റെ കാവൽക്കാരനായ ബറോസ് 400 വർഷത്തിനിപ്പുറം ആ നിധി അതിന്റെ യഥാർത്ഥ അവകാശികൾക്ക് കൈമാറാൻ ശ്രമിക്കുന്നതാണ് സിനിമയുടെ പ്രമേയം. പാസ് വേഗ, റാഫേൽ അമാർഗോ എന്നീ സ്പാനിഷ് താരങ്ങളും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ടൊവിനോ തോമസിനെ നായകനാക്കി ജിതിൻ ലാൽ ഒരുങ്ങുന്ന ചിത്രമാണ് അജയന്റെ രണ്ടാം മോഷണം. പൂർണ്ണമായും 3Dയിൽ ഒരുങ്ങുന്ന ചിത്രത്തിൽ ടൊവിനോ 3 കഥാപാത്രങ്ങളായാണ് അഭിനയിക്കുക. 3 കാലഘട്ടങ്ങളുടെ കഥ പറയുന്ന ചിത്രം പൂർണ്ണമായും 3Dയിൽ ആണ് ഒരുങ്ങുന്നത്. പാൻ ഇന്ത്യൻ റിലീസായി എത്തുന്ന ചിത്രം 5 ഭാഷകളിൽ റിലീസ് ചെയ്യും. ഐതിഹ്യ കഥകളിലൂടെ ഏവരുടെയും മനസ്സിലിടം നേടിയ അത്ഭുത സിദ്ധികളുടെ മഹാമാന്ത്രികൻ കടമറ്റത്ത് കത്തനാരുടെ ജീവിതം പറയുന്ന കത്തനാർ ദ വൈൽഡ് സോർസറർ എന്ന ചിത്രവുമായി 3Dയിൽ വിസ്മയിപ്പിക്കാൻ ജയസൂര്യയും എത്തുന്നുണ്ട്. പുറത്തിറങ്ങുന്നത് 30ലധികം ഭാഷകളിൽ. ബ്രഹ്മാണ്ഡ ചിത്രം കത്തനാരുടെ ഭാഗമായി അനുഷ്ക ഷെട്ടിയുമുണ്ട്. തെന്നിന്ത്യൻ സൂപ്പർ താരം അനുഷ്ക ഷെട്ടിയുടെ ആദ്യ മലയാള ചിത്രം കൂടിയാണിത്. റോജിൻ തോമസിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങുന്ന കത്തനാർ എന്ന സിനിമ ഒരു വിഷ്വൽ ട്രീറ്റ് ആയിരിക്കുമെന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത്. 45,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള മോഡുലാർ ഷൂട്ടിംഗ് ഫ്ലോറിൽ അത്യാധുനിക സംവിധാനങ്ങളോടുകൂടിയാണ് കത്തനാരുടെ ചിത്രീകരണം നടക്കുന്നത്. 2024 മലയാള സിനിമ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഹിറ്റുകളുടെ വർഷമാണ്. ഇതുവരെ റിലീസ് ചെയ്ത ചിത്രങ്ങൾ എല്ലാം തന്നെ വൻ വിജയമായിരുന്നു. ഇനി വരാൻ കിടക്കുന്ന ചിത്രങ്ങളും സൂപ്പർ ഹിറ്റാവും എന്നതിൽ യാതൊരു സംശയവുമില്ല. സിനിമാ ലോകത്തെ പുത്തൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.